ആധുനിക ആധ്യാത്മിക ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഭാരതീയ ആത്മീയ ചിന്തയ്ക്ക് പുത്തൻ നിർവചനങ്ങൾ നൽകിയ സന്യാസിവര്യനാണ് ഇദ്ദേഹം. ബംഗാളിലെ ദക്ഷിണകാളീശ്വര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹം. തൻ്റെ ആത്മീയത നിറഞ്ഞ സ്വഭാവത്താലും ഊർജ്ജസ്വലതയാലും പെട്ടെന്നു തന്നെ ആളുകൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒരുപാട് പേർക്ക് ആത്മീയജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ടായിരുന്ന പരമഹംസരുടെ പ്രശസ്തനായ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. സമാധി അടയുന്നതിന് മുമ്പ് തൻ്റെ ആത്മീയമായ ശക്തികളെല്ലാം തന്നെ സ്വാമി വിവേകാനന്ദന് പകർന്നു കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം മനസ്സിൻ്റെ ശുദ്ധിയിൽ വിശ്വസിക്കുകയും ജീവിതത്തിൻ്റെ ആത്യന്തിക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആത്മീയ പരിശീലനത്തിൽ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവവുമായി ഐക്യം നേടുക എന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും രാമകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്.